പാകിസ്ഥാനിൽ വീണ്ടും ഭീകരാക്രമണം. ഖൈബർ പക്തൂങ്കയിലെ സൈനിക താവളത്തിലുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. സ്ഫോടക വസ്തുക്കൾ നിറച്ച 2 കാറുകൾ സൈനിക താവളത്തിലേക്ക് ഇടിച്ചു കയറിയാണ് ആക്രമണം. പാകിസ്ഥാനിലെ ഖൈബർ പക്തൂങ്കയിലെ സൈനിക താവളത്തിലാണ് ആക്രമണം നടന്നത്. സംഭവത്തിൽ 7 കുട്ടികൾ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു, 35 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു ആക്രമണം. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബന്നുവിലുള്ള സൈനിക താവളത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച 2 കാറുകൾ ഇടിച്ചു കയറുകയും പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. സൈനിക താവളത്തിലെ മതിൽ തകർന്നതിന് പിന്നാലെ മറ്റ് ഭീകരർ അകത്തേക്ക് ഇരച്ചു കയറിയെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇഫ്താർ വിരുന്നിന് തൊട്ടു പിന്നാലെയാണ് ബന്നു കന്റോൺമെന്റിൽ ആക്രമണമുണ്ടായത്. പാക് താലിബാനുമായി ബന്ധമുള്ള ജെയ്ഷ് അൽ ഫുർസാൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. പ്രത്യാക്രമണത്തിൽ 6 ഭീകരരെ വധിച്ചതായി പോലീസ് അറിയിച്ചു. ഒരേ സമയം 2 ചാവേർ കാർ ബോംബുകൾ ഉപയോഗിച്ചതായും 6 ഭീകരർ ഉൾപ്പെട്ട ഏകോപിത ആക്രമണമാണെന്നും സേനാവൃത്തങ്ങൾ പറഞ്ഞു. ഫെബ്രുവരി 28-ന് ഇതേ പ്രവിശ്യയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ ബോംബ് സ്ഫോടനമുണ്ടായിരുന്നു. താലിബാൻ അനുകൂല പുരോഹിതൻ ഹമീദുൽ ഹഖാനിയും 4 അനുയായികളും കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.